ഹലോ ഗൈസ്, അപ്പോൾ ഈ സൺഡേ നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ തന്നെ പോർക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ പോർക്ക് നമ്മൾ നല്ല രീതിയിൽ അരിഞ്ഞ് കഴുകിയതിന് ശേഷം കുക്കറിനകത്തിട്ടു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇടുന്നുണ്ട്. കാര്യം പോർക്കിന് അത്യാവശ്യം നല്ല എരിവും ഉപ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അത് നമ്മൾ കുരുമുളക് പൊടി ഇട്ടു. അതിന് ശേഷം നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം എരിവ് കുറവായിട്ടുള്ള ഒരു മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ അതിനെ കൈ കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതായത് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കി കൂട്ടിയതിന് ശേഷം അത് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഏകദേശം ഒരു 8 വിസിലാണ് നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്നതല്ല, നമ്മൾ 8 വിസിലിൽ ആണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. കാര്യം 8 വിസിലൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം അതൊന്ന് വെന്ത് വരുള്ളൂ. പിന്നീട് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് 3 വലിയ സവാള, അതേപോലെ തന്നെ ഒരു നല്ല രീതിയിൽ കൊച്ചുള്ളി, പിന്നീട് വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള നല്ല രീതിയിൽ കുഞ്ഞുങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. നമ്മളല്ല, അമ്മ അരിയാണ്. ഇന്നത്തെ റെസിപ്പിയും കാര്യങ്ങളും ഇന്നത്തെ കുക്കിങ് അമ്മയുടെ വകയാണ്. അപ്പം നമ്മൾ വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ചതച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട്. മറ്റേതെല്ലാം നമ്മൾ അരിഞ്ഞും വെച്ചു. പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മൾ മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, അതേപോലുള്ള നമ്മൾ മസാല പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തില്ല. അപ്പോൾ അവരെല്ലാം കൂടെ നമ്മളൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിനകത്തിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി. നമ്മളിത് മിക്സിയിലല്ല പൊടിച്ചെടുക്കുന്നത്, നമ്മൾ ഇടികല്ലിലാണ് പൊടിച്ചെടുക്കുന്നത്. ഇടികല്ലിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മൾ കുറച്ച് മുമ്പേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തില്ലേ, അപ്പോൾ അതിനെ നമ്മൾ ഇടികല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തിട്ട് നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ചൂടാക്കി എടുക്കുക പൊടിക്കുന്ന പരുവത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഇട്ടു നല്ല രീതിക്ക് ഒന്നാക്കിയെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വിസിലിങ്ങനെ വിളിച്ച് പോകുന്നുണ്ട്. നമ്മുടെ പോർക്ക് ഇവിടെ നിന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പോർക്ക് വെന്തുകൊണ്ടിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് വിസിലിങ്ങനെ കൂകി വിളിക്കുന്നു. അപ്പോൾ അത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിന് പാരലായിട്ട് തന്നെയാണ് നമ്മൾ മസാല ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മസാലയും കൂടെ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം ചൂടാക്കി ഇടികല്ലിലോട്ട് വെച്ചു. അതിനുശേഷം അതേ ചീനിച്ചട്ടിക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ കടുകിനെ ഒരു ദയം ദക്ഷിണയുമില്ലാതെ കുറേ കടുകിനെ അതിനകത്തേക്ക് ഇട്ടു. പിന്നീട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേനും നമ്മുടെ പ്രിയപ്പെട്ട കറിവേപ്പില ചട്നിയും കൂടെ അതിനകത്തേക്ക് തള്ളിയിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കാനല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കറിയാമല്ലോ, കടുക് വറുക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലിൻ്റെ കാര്യത്തിനെല്ലാം തട്ടിയിടുമല്ലോ. അപ്പം കറിവേപ്പിലയും കൂടി ഇടാനാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിസിൽ ഒരു രക്ഷയില്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടെ കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, അതേപോലെ തന്നെ വെളുത്തുള്ളിയില്ല, പച്ചമുളക്, പിന്നെ നടുകെ കീറിയ കൊച്ചുള്ളിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. കൊച്ചുള്ളി എത്ര തോനെ ഇടാൻ പറ്റും അത്രയും തോനെ ഇടുക, നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ, അമ്മ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇവരെ ഇത്രയും വരെ ഇട്ട് സവാളയ്ക്ക് ഒന്ന് വേവിച്ച് അല്ലെങ്കിൽ അതിനെ ഒന്ന് വഴട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ ടിപ്പുണ്ടല്ലോ, കുറച്ച് ഉപ്പും കൊണ്ടിട്ടിട്ടാണ് നമ്മളിതൊന്ന് വഴട്ടിയെടുക്കുന്നത്. അധികം ഉപ്പൊന്നും ഇടുന്നില്ല, കാര്യം നമ്മൾ നേരത്തെ പോർക്കിനെ വേവിക്കാൻ വെച്ചപ്പോൾ പോർക്കിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ വഴട്ടിയെടുത്ത് നമ്മുടെ ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ കുറച്ച് ഉപ്പാണ് ഇടുന്നത്, കുറച്ച് ഉപ്പ് മാത്രമാണ് ഇടുന്നത്. ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴട്ടിയെടുക്കാം. പിന്നെ ഇത് കൂടെ ഇളക്കുക കേട്ടോ, കാര്യം അല്ലെങ്കിൽ പുൽക്കാരൻ അടിയിലങ്ങ് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വഴട്ടിയെടുക്കുന്നതിന് ശേഷം തന്നെ കുക്കറിന് നമ്മൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കുക്കറിനെടുത്ത് മാറ്റി വേറൊരു ചട്ടി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മളുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണമാണ് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട്. അപ്പം
നമ്മൾ നേരത്തെ വെച്ച് ചട്ടിയൊന്നും ചൂടായി വന്നപ്പോഴത്തേനും നമ്മൾ 2 സ്പൂണ് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇടുന്നത്. 2 സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് നമ്മളിവിടെ ഇടുന്നത്. നമ്മൾ നേരത്തെ എടുത്തതെന്ന് പറഞ്ഞാൽ എരിവില്ലാത്ത മുളകാണ് എടുത്തത്. ഇവിടെ നമ്മൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ തീയലിനും കാര്യത്തിനൊക്കെ അരയ്ക്കുന്ന പോലെ അരപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് സവാള ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അടിക്കറി പിടിച്ച് കളയും. അപ്പം അമ്മയെ സഹായിക്കാമെന്ന രീതിയിൽ ഞാനും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ഞാനും ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുത്തു. അന്നേരത്തേന് ചെറുതായിട്ട് കട്ടയൊക്കെ പിടിക്കുന്നുണ്ടെന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിനെ നശിപ്പിച്ച് നമ്മളതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. നമുക്ക് പോർക്കിൻ്റെ മീറ്റ് മസാല ഇല്ലായിരുന്നു, നമ്മൾ ചിക്കൻ്റെ നമ്മളിടുന്ന സാധാ മീറ്റ് മസാലയും കൂടെ ഇട്ട് നല്ല രീതിയിൽ അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തു. തൊട്ടടുത്ത് നമ്മുടെ സവാള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൂപ്പിച്ചെടുത്ത ആളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്സിയുടെ ജാറിനകത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. അരകളിലുള്ളവരാണെങ്കിൽ അതിനകത്തേക്ക് അരയ്ക്കുക. അപ്പം കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്കത് അരപ്പ് കിട്ടും. പിന്നിപ്പം എല്ലാവരും അങ്ങനെ എളുപ്പവഴി നോക്കിയല്ലേ നമ്മൾ മിക്സി എടുക്കുന്നത്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ പൊടീനെ എല്ലാം ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മുടെ ഉള്ളി വഴട്ടാനിട്ട് അതിനകത്ത് ഇട്ടു. നമ്മൾ അരപ്പ് ദാണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞു. നമ്മുടെ മറ്റേ ഉള്ളിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് നമ്മൾ അവരെയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച പൊടിയല്ല മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടരെയും നമ്മൾ നല്ല രീതിയിലൊന്ന് ഇടികല്ലിനകത്ത് ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ സവാള ഏകദേശം വഴണ്ട് വന്നപ്പോഴത്തേനും നമ്മൾ അരപ്പ് ചേർത്തു. അരപ്പിന് ചേർത്തപ്പോഴത്തേനും നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് ഒരു മിക്സിയുടെ ജാറിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കുലുക്കി അരപ്പ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവരെ ഒന്ന് തിളയ്ക്കാൻ വിട്ടു കഴിഞ്ഞ് തിള വന്ന് തുടങ്ങിയപ്പോഴത്തേനും നമ്മളുടെ നേരത്തെ മസാലക്കൂട്ട് നല്ല രീതിയിൽ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം അവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മസാലയുടെ കൂട്ടത്തിൽ കിട്ടുന്ന അയലയില്ലേ, ആ അയലയും കൂടെ ഒന്ന് കീറി ഇട്ടു. നല്ലൊരു മണത്തിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ കുക്കറിലിരുന്ന ആശാൻ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. ആശാനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മുടെ പോർക്ക് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ അടുത്ത ഉരുളിക്കകത്തേക്ക് തട്ടാൻ പോകണം കേട്ടോ. തൊട്ടടുത്ത് നമ്മുടെ അരപ്പ് ഉടക്കിടന്ന് തിളയോട് തിള. അപ്പം അരപ്പിന് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ടേസ്റ്റിന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോർക്കിനെ നമ്മൾ ഉരുളിയിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ കൂട്ടിവെച്ച അരപ്പും മിക്സ് ചെയ്തു. ശേഷം നമ്മുടെ ആ ഇരുമ്പേട്ടിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ അരപ്പ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആളെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി ആ പോർക്കിനകത്തോട്ട് നമ്മുടെ ഈ കറിയുടെ ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് വരാൻ പോവാണ്. നമ്മളിപ്പം നല്ല രീതിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ചീനിച്ചട്ടി ഒന്ന് കഴുകി അതിനകത്തെ വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ പോർക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മുടെ പോർക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോകളാണ്. ടാറ്റാ.